ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അച്ചപ്പമാണ്. ഈ അച്ചപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ. നമ്മളിത് ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ. കാരണം വീട്ടിലുണ്ടാക്കുന്ന അച്ചപ്പത്തിന് നല്ല സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കൂടുതലായിരിക്കും കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാൾ എത്രയോ ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഞാനിതിൻ്റെ റെസിപ്പി പറയാം. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ, അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പച്ചരിയാണ്. അപ്പോൾ ഈ പച്ചരി ഞാൻ ബസ്മതി റൈസാണിത്. അപ്പോൾ ഞാനിത് നേരത്തെ തന്നെ കഴുകി കുതിർത്ത് വെച്ചതാട്ടോ. ഒരു 2-3 മണിക്കൂർ ഒന്ന് നന്നായി കുതിർന്ന് വരണം. അതിനുശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലും ചേർത്ത് അരച്ചെടുത്തതാട്ടോ. അപ്പോൾ ഞാനൊരു 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, അതിന് 2 കപ്പ് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 കോഴിമുട്ട ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പഞ്ചസാര വേണം അത്രത്തോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വലിയ 2 തവി നിറച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറുത്ത എള്ളാണ് ചേർക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ എള്ളും ഏലക്കപ്പൊടിയും ഒക്കെ എല്ലാ ഭാഗത്തും എത്തട്ടെ. കണ്ടോ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. അപ്പോൾ ഈ മാവൊന്ന് കലക്കിയ ശേഷം ഞാനൊരു 5 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അച്ചപ്പം ഉണ്ടാക്കാനുള്ള അച്ച് ഇതുപോലെ ഓയിലിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. എന്നാലേ നമുക്ക് അച്ചപ്പം വേണ്ട രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഓയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അച്ച്. നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ മാവും നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കാനുള്ള ചട്ടിയും അടുത്തടുത്ത് വെക്കുക. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ അച്ചപ്പത്തിൻ്റെ അച്ച് നന്നായി ചൂട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മുക്കിയെടുക്കുമ്പോൾ കണ്ടോ, ഇതുപോലെ മാവ് ഇങ്ങനെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് നേരെ എടുത്ത് ഓയിലിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇനി വിട്ട് വരട്ടെ. അപ്പോൾ നമുക്ക് ഈ അച്ച് മാറ്റിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ അച്ചപ്പം അതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ അച്ചപ്പം ഉണ്ടാക്കുന്ന മുൻപും ഇതുപോലെ അച്ചൊന്ന് എണ്ണയിലിട്ടൊന്ന് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ട് വേണം നമുക്ക് ഈ മാവിൽ മുക്കി ഇതുപോലെ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് ഈ കുറഞ്ഞ ചിലവിൽ തന്നെ ഒരുപാട് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അച്ചിട്ട് മുക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു 1/4 ഭാഗം മാത്രമേ ഇതിൻ്റെ മാവ് വരാൻ പാടുള്ളൂ. ഇത് മുഴുവനും വന്നാൽ നമുക്ക് ഈ അച്ചൊന്നും വിട്ട് കിട്ടൂല കേട്ടോ. ഈ അച്ച് മുഴുവനും ഈ മാവിൽ മുങ്ങിയാൽ നമുക്കിതിൽ നിന്ന് വിട്ട് കിട്ടേയില്ല. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ 1/4 ഭാഗമായിട്ട് എടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ചൂടാകുമ്പോൾ അത് വിട്ടുപോയിക്കോളും. അപ്പോൾ നിങ്ങളും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക. അതിൻ്റെ ലിങ്ക് കൂടെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുവേണ്ടിയും നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.